നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആകെയുള്ള സ്ഥലം നഷ്ടപ്പെടാതിരിക്കാനായി ഒരു പ്രവാസി നടത്തുന്ന ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ കഥയാണ് ഇനി പറയുന്നത്. തൃശ്ശൂർ സ്വദേശി അനിൽകുമാർ കഴിഞ്ഞ 25 വർഷമായി കാണാത്ത ഉദ്യോഗസ്ഥരില്ല, മുട്ടാത്ത വാതിലുകളില്ല. തൃശൂർ സ്വദേശിയായ അനിൽകുമാറിന് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. നീതിക്കായുള്ള ഈ പ്രവാസിയുടെ കാത്തിരിപ്പ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആകെയുള്ള തന്റെ സ്ഥലം നഷ്ടപ്പെടാതിരിക്കാൻ 1/4 നൂറ്റാണ്ടായി ഈ പ്രവാസി കയറിയിറങ്ങാത്ത ഓഫീസുകളില്ല, മുട്ടാത്ത വാതിലുകളില്ല. പക്ഷേ ഇപ്പോഴും നീതി കൈയെത്താത്ത അത്ര ദൂരെയാണെന്ന് മാത്രം. (1999) മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അനിലിനും കുടുംബത്തിനും പാരമ്പര്യമായി ലഭിച്ച ഭൂമിയിൽ പിതൃ സഹോദരനുണ്ടായിരുന്ന അവകാശം നൽകാൻ തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് തൃപ്രയാർ ശാഖയിൽ നിന്ന് 4 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. ഈ സമയത്ത് വിദേശത്തായിരുന്ന അനിൽകുമാർ അമ്മ മീരാബായിക്ക് മുക്തിയാർ നൽകിയത് പ്രകാരം 1 ഏക്കർ ഭൂമിയുടെയും വീടിന്റെയും ആധാരം പണയം വെച്ചാണ് വായ്പ നേടിയത്. പിന്നീട് ഈ വായ്പ അന്ന് അടച്ചിരുന്ന പലിശയിലും കുറവിൽ ദേശസാൽകൃത ബാങ്കിലേക്ക് മാറ്റി ലോൺ എടുത്ത് നൽകാമെന്ന് പറഞ്ഞ് ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം അനിലിനെയും കുടുംബത്തെയും സമീപിച്ചതോടെയാണ് വഞ്ചനയുടെ പരമ്പര തുടങ്ങുന്നത്. മാസം അടയ്ക്കാനുള്ള തുക കുറഞ്ഞു കിട്ടുമല്ലോ എന്നു കരുതി ഇവർ അവരുടെ വലയിൽ വീണു. അനിലിന്റെ അമ്മയ്ക്ക് അങ്ങനെ സ്ഥാപനം 4 ലക്ഷം രൂപ ലോൺ എടുത്ത് നൽകി. ഞങ്ങൾ 4 ലക്ഷം രൂപ ലോൺ എടുത്തു. 1,05,000 രൂപ അവർക്ക് കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കുറച്ച് പണിയും വീടിനും ഞങ്ങൾക്കും കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 4 ലക്ഷം രൂപ ഞങ്ങൾ എടുത്തത്. പിന്നെ ഞങ്ങൾക്ക് സംഭവിച്ചത് ഇത് 16% പലിശയായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ 2004 മാതൃഭൂമി പത്രത്തിലൊരു പരസ്യം വന്നു. നാഷണൽ ഫൈനാൻസ് പീതാംബരൻ, ദീപക്, മാള നിലയിലുള്ള വായ്പകൾ ദേശാസ്കൃത ബാങ്കിലേക്ക് പലിശ കുറവിലേക്ക് മാറ്റിക്കൊടുക്കുന്നു എന്ന പത്രപരസ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗോപാലകൃഷ്ണൻ നാട്ടിക, ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ആളാണ്, ഞാൻ അമ്മയും പറഞ്ഞ് ഏൽപ്പിച്ച് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഈ ഏജൻസി നല്ലതാണ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ഇവർ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മുക്തിയാർ ഞാനും സഹോദരൻ ഗൾഫിൽ നിന്ന് അയച്ചു കൊടുത്തു അമ്മയ്ക്ക്, അമ്മേനെ ധൈര്യപ്പെടുത്തിയിട്ട്. അവിടെ ഇവർ ക്ലബിംഗ് എന്നൊരു പരിപാടിയാണ്. അത് ഈ നാട്ടിൽ ഒരുപാട് തട്ടിപ്പരങ്ങളുണ്ട്, നമുക്ക് അതേ അറിയില്ലായിരുന്നു. ക്ലബിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു പരിപാടിയായിട്ടും വന്നത്. അങ്ങനെ 15 ലക്ഷം രൂപ ലോൺ പാസ്സാക്കി. ICC ബാങ്ക് കൊച്ചി ബ്രാഞ്ചിൽ നിന്നാണ് 15 ലക്ഷം രൂപ ലോൺ പാസ്സാക്കിയത്. 10 ലക്ഷം രൂപ പീതാംബരൻ എടുത്തു, ഡോക്ടർ സേവിയർ എടുത്തു. കൊച്ചി ആസാദ് റോഡിലാണ് ആൾ താമസിക്കുന്നത്. 4 ലക്ഷം രൂപ നമുക്ക് തന്നു. 1 ലക്ഷം രൂപ പീതാംബരൻ എടുത്തു. 10,000 രൂപ വേറെ കമ്മീഷനായിട്ട് അവർ മേടിച്ചു. അതാണ് സംഭവത്തിൻ്റെത്. എന്നാൽ ഇതിന് പുറകിൽ നടന്ന വലിയ ചതി പക്ഷേ അമ്മ അറിഞ്ഞിരുന്നില്ല. അനിലിന്റെ അമ്മയുടെ അറിവില്ലായ്മ മുതലെടുത്ത് 4 ലക്ഷം രൂപ കൈപ്പറ്റിയതിനെ കരാർ എന്ന് പറഞ്ഞ് വസ്തുവിന്റെ കള്ള ആധാരമുണ്ടാക്കി ഈ സ്വകാര്യ സ്ഥാപനം കൊച്ചിയിലെ ഒരു ഡോക്ടറുടെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഈ ഡോക്ടറുടെ പേരിൽ 15 ലക്ഷം രൂപ വായ്പയെടുത്ത് അതിലുള്ള 4 ലക്ഷം രൂപ മീരാബായിക്ക് നൽകുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തതെന്ന് അനിൽ പറയുന്നു. ഈ തട്ടിപ്പിൽ വില്ലേജ് ഓഫീസർക്കും രജിസ്ട്രാർക്കും പങ്കുണ്ടെന്നാണ് അനിൽകുമാർ ആരോപിക്കുന്നത്. വൽപ്പാട് രജിസ്ട്രാർ ഓഫീസിലാണ് ഈ ഇടപാട് നടന്നത്. അസലാധാരവും കുടിക്കടം, അടിയാധാരം, 50 വർഷത്തെ അതിൻ്റെ നികുതി രസീതുകൾ എല്ലാ രേഖകളും പ്രോപ്പറായി കാണാതെ രജിസ്ട്രേഷൻ നിയമപ്രകാരം
വാസ്തലാധാരം കാണാതെയും കുടിക്കടം കാണാതെയും എല്ലാ ഡോക്യുമെൻറ്റ്സും പ്രോപ്പർ വെരിഫിക്കേഷൻ ചെയ്ത് ആ വരുന്ന ആളുടെ സമ്മതം ചോദിച്ച് സമ്മതമാണോ ഇത്ര എമൗണ്ട് കിട്ടി ബോധിച്ചതിൻ്റെ രേഖ ഹാജരാക്കിയതിന് ശേഷമാണ് രജിസ്ട്രാർ ജനറൽ അത് ആധാരം ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അത് അങ്ങനത്തെ സംഭവം ഉണ്ടായില്ല എന്നാണ് അമ്മയും പെങ്ങന്മാരും പറഞ്ഞത്. ആധാരം ഇരിക്കുന്നത് ജില്ലാ സഹകരണ ബാങ്കിലാണ്. കുടിക്കടത്തിൽ ഓൾറെഡി ബാധ്യതയുണ്ട്. പക്ഷേ അവരെ ആധാരത്തെ ഓഫീസിൽ വെച്ചാണ് ഒപ്പിട്ടത്. പിന്നെ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയിട്ടും അവിടെ അവരെ കൊണ്ട് അവിടെ നിർത്തി. പക്ഷേ രജിസ്ട്രാർ ചോദ്യങ്ങൾ ചോദിക്കലോ ഈ ഭൂമിനെ സംബന്ധിച്ചിട്ട് പ്രോപ്പറായിട്ടൊരു വെരിഫിക്കേഷൻ ഇവർ ചെയ്തില്ല. ഈ 4 ലക്ഷം രൂപയാകട്ടെ മീരാബായി ബാങ്കിൽ അടയ്ക്കാൻ മറ്റൊരു മകനായ സുനിൽകുമാറിന്റെ ഭാര്യയെ ഏൽപ്പിച്ചു. പക്ഷേ അവർ അത് അടച്ചതുമില്ല. തൃപ്രയാർ ബാങ്കിൽ ഇവർ ഈ പൈസ അടയ്ക്കാതിരുന്നത് അമ്മ മീരാബായി പക്ഷേ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ബാങ്കിൽ നിന്ന് ലീഗൽ നോട്ടീസ് വന്നപ്പോഴാണ് അനിലും കുടുംബവും തങ്ങൾക്ക് സംഭവിച്ച വലിയ ചതി അറിഞ്ഞത്. സഹോദരൻ്റെ ഭാര്യ സരി സാഗറിനെയാണ് ഈ പൈസ അടക്കാൻ ഏൽപ്പിച്ചത് 4 ലക്ഷം രൂപ ജില്ലാ ബാങ്കിൽ. പക്ഷെ ആ പൈസ അവർ അടച്ചില്ല. അവരൊരു ടീച്ചറായിരുന്നു അഞ്ചങ്ങാട് സ്കൂളിൽ. അവരൊരു കൂട്ടുകാരത്തിക്ക് ആ പണം മറച്ചു എന്നാണ് പിന്നീട് പറഞ്ഞത്. അതിനുശേഷം ബാങ്ക് കുടിക്കടം എടുത്ത് ബാങ്ക് നോക്കിയപ്പോൾ ബാങ്ക് അത് ബാധ്യത സ്ഥലാധാരം ബാങ്കിൻ്റെ കയ്യിലിരിക്കുമ്പോൾ വേറെ ആളെ പേരിൽ ഈ ഡോക്ടറുടെ പേരിൽ കരാർ രജിസ്റ്റർ എന്ന് പറഞ്ഞ് തീരാധാരമാണ് കണ്ടത്. ബാങ്ക് കേസാക്കി ഞങ്ങൾക്കെതിരെ അവർക്കെതിരെ. ഇല്ല അമ്മയും ഞങ്ങളും ഇത് അറിഞ്ഞിട്ടില്ല. ഈ സംഭവങ്ങൾ ഈ പൈസ കൊടുത്തിട്ടില്ല എന്നൊന്നും ഞങ്ങൾ അറിയില്ല. വീണ്ടും ബാങ്കിൽ നോട്ടീസ് വന്നപ്പോഴാണ് ഞങ്ങളിത് അറിയുന്നത് കൊടുത്തിട്ടില്ല. അപ്പോൾ അമ്മ വേണ്ടി ചോദിച്ചു. അതിൻ്റെ പേരിൽ തർക്കം. അമ്മ ചോദിച്ചു നീ എന്തുകൊണ്ട് പണം അടച്ചില്ല. അമ്മ ചോദിച്ചു. ഞങ്ങൾ പണം അടച്ചു എന്നാണ് വിചാരിച്ചത്. അമ്മ റെസിപ്റ്റ് ചോദിച്ച് രേഖ ചോദിച്ചപ്പോൾ രേഖ കൊടുത്തില്ല. ബാങ്കിൽ നിന്ന് വീണ്ടും നോട്ടീസ് വന്നപ്പോഴാണ് ഞങ്ങളിത് ചതിയെ പറ്റി ഇവർ അറിയുന്നത്. അപ്പോഴാണ് സരി സാഗർ പറയുന്നത് കൂട്ടുകാർത്തിക്ക് വേണ്ടി പണം സഹായം. അനിലിന്റെ നിയമയുദ്ധങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ഈ സമയത്തെല്ലാം അനിൽ വിദേശത്തായിരുന്നു. സംഭവം അറിഞ്ഞ അനിൽ നാട്ടിലെത്തി. അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി MV രാഘവന് നേരിട്ട് പരാതി നൽകി. മന്ത്രി അന്വേഷിക്കാൻ ഉത്തരവിട്ടു. വകുപ്പ് ഉദ്യോഗസ്ഥർ വായ്പ അടയ്ക്കാൻ സമയം നീട്ടി നൽകി. പോലീസിനെയും കോടതിയെയും സമീപിക്കാനും നിർദ്ദേശം നൽകി. ഈ ബാങ്ക് ഞങ്ങൾക്ക് സഹകരണ മന്ത്രി ഞാൻ നേരെ എമർജൻസി ഒരു 10 ദിവസത്തിന് വന്ന് കണ്ണൻ MLA വഴി സഹകരണ മന്ത്രി MV രാഘവൻ സാറിന് നിവേദനം കൊടുത്തു. തൃശ്ശൂർ തേക്കിങ്ങാട് മൈതാനത്ത് വെച്ച് മന്ത്രി അത് അദാലത്തിന് കൈമാറി. അദാലത്ത് അമ്മയും അന്നയും വിളിപ്പിച്ചു. ഞങ്ങൾ വക്കീലുമായി പോയി തൃശ്ശൂർ സഹകരണ സംഘത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ അദാലത്തിൽ പങ്കെടുത്തു. പോലീസിനെയും കോടതിനെയും സമീപിക്കുവാനും ഞങ്ങളോട് അല്പസമയം നീട്ടിത്തന്നു. അദാലത്ത് അല്പസമയം ഞങ്ങൾക്ക് നീട്ടിത്തന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇതിനെതിരെ കേസ് സംഘം രജിസ്ട്രാർ ജനറൽ തന്നെ കേസ് എടുക്കണം. ഞങ്ങൾക്കിതിൽ ഈ വായ്പ ഒന്ന് പുനഃക്രമീകരിച്ച് തരണം. എല്ലാ സംഘം അപ്പോൾ നിയമപ്രസിദ്ധമായ എല്ലാ അളവും ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങൾക്ക് സംഘത്തിന് അടയ്ക്കാനുള്ള പണം നിങ്ങൾ 2 മാസത്തിൽ അടയ്ക്കണം. പോലീസിനെയും കോടതിയെയും സമീപിക്കാൻ വേണ്ടി തർക്കം രാജ്യം ഞങ്ങൾ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ മന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതിനിടെ അയൽവാസിയായ നന്ദകുമാറും വിൻസെന്റും ഈ സ്ഥലവും ബാധ്യതയും ഏറ്റെടുത്ത് ചാഴൂർ എന്ന സ്ഥലത്ത് മറ്റൊരു 50 സെന്റ് സ്ഥലവും വീടും 25 ലക്ഷവും തരാമെന്ന് പറഞ്ഞ് അനിലിന്റെ അമ്മ മീരാബായിയെ സമീപിച്ചു. പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് കരുതി മീരാബായി ഇതിന് സമ്മതം മൂളി. നൽകാമെന്നേറ്റ 25 ലക്ഷത്തിൽ ബാങ്കുകളിലെ ബാധ്യതകൾക്കുള്ള 10 ലക്ഷം ആദ്യം ഇവർ നൽകിയപ്പോൾ മീരാബായി അവരുടെ പേരിൽ ഈ സ്ഥലം എഴുതി നൽകി. പക്ഷേ പ്രശ്നങ്ങൾ അവിടം കൊണ്ടും അവസാനിച്ചില്ല. ആ സ്ഥലം വിൻസെന്റ് കുരുതിക്കുളങ്ങര, പുത്തൻപീടിയ, ആലക്കൽ സഹോദരൻ നന്ദകുമാർ എന്നിവർ ചേർന്ന് 25 ലക്ഷം രൂപ ക്യാഷായും കൂടാതെ 50 സെന്റ് സ്ഥലം എൻ്റെ പേരിൽ ചാഴൂര് ആലപ്പാട് ചാഴൂർ എന്ന സ്ഥലത്ത് തരാമെന്നും പറഞ്ഞ് വിൽപ്പന നടത്തി. അവിടെയാണ് 3ാം ഘട്ടം വരുന്നത്. ആ വിൽപ്പന നടത്തിയപ്പോൾ ഇവർ ICC ബാങ്കിലെയും ജില്ലാ സഹകരണ ബാങ്കിലെയും 2 ബാധ്യത 10 ലക്ഷം രൂപ തീർത്തു. ക്യാഷായി തീർത്തു. ബാക്കി തരാനുള്ള ക്യാഷ് 15 ലക്ഷം രൂപ തന്നില്ല. ചെക്കായിട്ടാണ് തന്നത്. ക്യാഷ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ തന്ന ഭൂമിമേൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഞങ്ങൾ അമ്മയ്ക്ക് 106 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ പർച്ചേസ് ലോണായിട്ട് 15 ലക്ഷം രൂപ ബാധ്യതയാക്കി തന്നു. അതിനു മുമ്പ് ഈ ഭാരതി ശ്രീ എന്നൊരു സ്ത്രീയുടെ പേരിൽ തത്തപ്പുഴ രാജൻ ഭാര്യ ഭാരതി ശ്രീയുടെ പേരിൽ ചാഴൂർ സഹകരണ സംഘത്തിൻ്റെ ജപ്തി നടപടിയിലായിരുന്നു ഈ സ്ഥലം വീട്. അതാണ് ഞങ്ങൾക്ക് പർച്ചേസ് ലോണായിട്ട് എടുത്തത്. ചതിയുടെ വലിയ ഘോഷയാത്ര തുടർന്നപ്പോൾ ലക്ഷങ്ങളുടെ ഈ ബാധ്യതകളെല്ലാം ഒടുവിൽ അനിലിന്റെയും കുടുംബത്തിന്റെയും മാത്രം ചുമലിലായി. ലോണുകൾ അടയ്ക്കാൻ കയ്യിലുള്ളതെല്ലാം വിറ്റുപെറുക്കി. ഗൾഫിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ അനിലിന് ലോൺ എടുക്കേണ്ടി വന്നു. നീതിക്കായി മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, നോർക്ക, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കെല്ലാം അന്നു മുതൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ മനുഷ്യൻ.
പോയി മടുത്തു. ഞാൻ വീണ്ടും വിളിക്കും. എൻ്റെ ഒരു ഫോൺ വന്നാൽ ഓഫീസർമാരെടുക്കില്ല. വീണ്ടും ഞാൻ അവസാനമായി നാട്ടിൽ പോയപ്പോൾ ഞാൻ മുഖ്യമന്ത്രിനെ നേരിട്ട് പോയി. അപ്പോൾ മുഖ്യമന്ത്രി സെക്രട്ടറിക്ക് കൈമാറി. രവീന്ദ്രൻ സാർ വിളിച്ച് സ്ഥാനമന്ത്രിനെ MP എൻ്റെ ചുരുക്കുന്നത് എൻ്റെ ഒരു 1.5 കോടി രൂപ എൻ്റെ ഈ കേസ് എൻ്റെ ജീവിതം പോയി. മൊത്തം ഒരുപാട് പേരെ എന്നെ സഹായിച്ചു. ആദ്യം എൻ്റെ ഫ്രണ്ട്സും കൂട്ടുകാരന്മാരും. ഇവിടെ ബാങ്കിൽ ഒരുപാട് ബാധ്യത എനിക്ക് കേസും കൂട്ടൊക്കെ വന്നു. എൻ്റെ ഈ 1.5 ഏക്കർ ഭൂമി മേടിക്കാവുന്ന സ്ഥലത്തിൻ്റെ പൈസ എൻ്റെ ഇതിൻ്റെ പിന്നാലെ നടന്നു പോയി. ഇപ്പോഴും എൻ്റെ പേരിൽ നാട്ടിലെവിടെയും ബാങ്കുകൾ കേസും എൻ്റെ ട്രാവൽ ബാൻ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബാങ്ക് കേസ് ആക്കിയിട്ടുണ്ട്. ട്രാവൽ ബാൻ ആക്കി എനിക്ക് പോകാൻ പോലും പറ്റില്ല. എൻ്റെ അമ്മ ഒരു പെട്ടെന്നൊരു അപകടസ്ഥിതിയിലായാൽ പോകാൻ പോലും എനിക്ക് പറ്റാത്ത സ്ഥിതി വിശേഷത്തിൽ ഞാൻ നിൽക്കുന്നു. ഒരു സിനിമാ കഥ പോലെ തോന്നുമെങ്കിലും ഇത് ഈ മനുഷ്യന്റെ ജീവിതമാണ്. നിയമയുദ്ധം നടത്തി അമ്മയ്ക്കും പ്രായമായി. കേസുകളിൽപ്പെട്ട് നാട്ടിലേക്കുള്ള യാത്ര പോലും അനിലിന് ഇന്ന് ചോദ്യചിഹ്നമാണ്. പലരും ചുറ്റും നിന്ന് ചതിച്ചില്ലാതാക്കിയ ഒരു പ്രവാസിയുടെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണിത് എല്ലാ അർത്ഥത്തിലും. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ മുന്നോട്ട് പോവുകയാണ് ഇന്ന് അനിൽകുമാർ. ഒരു സമൂഹം മുഴുവൻ ചുറ്റും നിന്ന് തങ്ങളെ ചതിച്ചുവെന്നാണ് 1/4 നൂറ്റാണ്ടായി തൻ്റെ ജീവിത അനുഭവമെന്ന് അനിൽ പറയുന്നു. ഈ പ്രശ്നങ്ങൾ എന്നെങ്കിലും തീർന്ന് സമാധാനത്തോടെ ഒരു ദിവസമെങ്കിലും ഉറങ്ങാനായെങ്കിലെന്നാണ് അനിലിൻ്റെ പ്രാർത്ഥന. പക്ഷേ കൈപിടിക്കാൻ ആരുണ്ട്? അതാണ് ചോദ്യം. ഷാർജയിൽ വീണ്ടും അക്ഷരങ്ങളുടെ മഹാമേള നടക്കുകയാണ്. ഷാർജ കുട്ടികളുടെ വായനോത്സവത്തിന് തിരിതെളിഞ്ഞിരിക്കുകയാണ്. ഇത്തവണത്തെ കുട്ടികളുടെ വായനോത്സവത്തിൽ വ്യത്യസ്തമായ നിരവധി കാഴ്ചകളാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. യുഎയുടെ സാംസ്കാരിക തലസ്ഥാനമായ ഷാർജ കുരുന്നുകൾക്ക് മുന്നിൽ അറിവിൻ്റെയും വായനയുടെയും വലിയ ലോകം തുറന്നിട്ടിരിക്കുകയാണ്. 15ാമത് ഷാർജ അന്താരാഷ്ട്ര കുട്ടികളുടെ വായനോത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഒരു ഇന്ത്യയിൽ നിന്നുള്ള അത് കേരളത്തിൽ നിന്നുള്ള പബ്ലിഷേഴ്സും എത്തിയിട്ടുണ്ട്. ഇപ്പം 2, 3, 4 പബ്ലിഷേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അറബിക്കിൻ്റെ ഒരു എക്സിബിഷൻ ഹാൾ നമ്പർ 4 വേറെ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പുസ്തകമേളയുണ്ട്, ഇല്ലസ്ട്രേഷൻ എക്സിബിഷൻസ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്സ് ഉണ്ട്, കുക്കറി ഷോസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കോമിക് കോർണർ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ്, നമ്മുടെ ഈ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രകടനം ഇവിടെ എപ്പോഴും നമ്മുടെ ലോബീസിലൊക്കെ കാണാൻ പറ്റും. വൺസ് അപ്പോൺ എ ഹീറോ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ വായനോത്സവം നടക്കുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള 200ഓളം പ്രസാധകരാണ് ഇത്തവണ വായനോത്സവത്തിനായി എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നൊക്കെ ധാരാളം വിദ്യാർത്ഥികൾ ഈ മേളയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. നിരവധി പുസ്തകങ്ങൾ ഞങ്ങളുടെ സ്റ്റാളിലുണ്ട്. നമ്മുടെ ഈ ഏറ്റവും വലിയ പുസ്തകങ്ങൾ പോലും ലിബി തവണ കൊണ്ടുവന്നിട്ടുണ്ട്. വിസിറ്റിങ്ങിന് അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഇവിടെ ബുക്ക് ഫെയറിന് കൂടാറുണ്ട്. അപ്പോൾ ബുക്കുകളൊക്കെ വാങ്ങാറുണ്ട്, നല്ല ബുക്കൊക്കെ വാങ്ങാറുണ്ട്. വായനയോടൊപ്പം കുട്ടികളിൽ ഉറങ്ങിക്കിടക്കുന്ന എല്ലാതരം കഴിവുകളെയും കൃത്യമായി പുറത്തെടുക്കാനുള്ള സെഷനുകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വലിയ ആവേശത്തോടെയാണ് കുട്ടികൾ ഓരോ സെഷനിലും പങ്കെടുക്കാനായി എത്തുന്നത്. I came and I first came to this, then I went to buy some books and I just came right now. So How is everything? it's very nice. In this workshop, it's called Fairy Garden. So basically, they are building a garden inside a jar. So they are learning about the layers of the earth, how they can do some like gardening and decorating. So it's between like garden and the craft.
They are very excited, as you can see right now. The kids are just entering, so it's good to teach the kids about gardening in a way that they can use their hands to make it, and it's good because they will take it home with them, so they can show it to their friends, and their friends they can do it later on, and etc. സൗദി അറേബ്യയിലേക്കാണ് ഇനി യാത്ര. സൗദിയിലുള്ള മനോഹരമായ താഴ്വരയായ വാദി ലജബിലേക്ക് സന്ദർശകരുടെ വലിയ തിരക്കാണ്. ആ കാഴ്ച കാണാം. ജിസാൻ നഗരത്തിൽ നിന്ന് 140 കിലോമീറ്റർ അകലെ അൽ റെയ്ത്തിനടുത്ത് സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അൽ കഹർ മലനിരകൾക്കിടയിലുള്ള താഴ്വരയാണ് പ്രകൃതിയുടെ വിസ്മയമായ വാദി ലജബ്. ജിസാൻ ബെയിഷ് നാഷണൽ ഹൈവേയിൽ മഹല്ലയിൽ നിന്ന് തിരിഞ്ഞ് അൽ ഹക്യു വഴി അൽ റെയ്ത്തിലെത്തി അവിടെ നിന്ന് 30 കിലോമീറ്ററിലധികം ഇടുങ്ങിയതും ചെങ്കുത്തായതുമായ ചുരവും മലഞ്ചെരുവുകളും കടന്നെത്തിയാലേ വാദി ലജബിലെത്താൻ കഴിയുകയുള്ളൂ. അൽ ഖർ അൽ സവാൻ മലനിരകളുടെ ഇടയിൽ 300 മുതൽ 800 മീറ്റർ വരെ ഉയരമുള്ള പാറക്കെട്ടുകൾക്കിടയിൽ പ്രകൃതിദത്തമായി രൂപപ്പെട്ട വിള്ളലുകളിലൂടെ 5 കിലോമീറ്ററോളം ദുർഘടമായ വഴി താണ്ടിയാണ് താഴ്വരയിൽ എത്തേണ്ടത്. മനം കുളിർപ്പിക്കുന്ന നിരവധി കാഴ്ചകളാണ് സഞ്ചാരികൾക്കായി വാദി ലജബിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്. മരുഭൂമിയും പർവ്വതങ്ങളും ചെറുവനങ്ങളുമെല്ലാം ചേർന്ന് പകരം വയ്ക്കാനില്ലാത്ത യാത്രാനുഭവങ്ങൾ പകരുന്ന സൗദിയിലെ അതിമനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രം. അതാണ് വാദി ലജബ്. ഞങ്ങൾ ഈ വാദി ലജബിൽ 2ാമത് പ്രാവശ്യമാണ് വരുന്നത്. വളരെയധികം ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടാണ് വീണ്ടും വന്നത്. കുറച്ചുപേര് നേരത്തെ വരാത്തവരെ കൊണ്ട് വന്നതാണ്. ഞങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇവിടെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് വാദി ലജബ്. സൗദി അറേബ്യയിലെ പ്രകൃതി രമണീയമായ വളരെയധികം പ്രകൃതി അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ്. ഈ പാറക്കെട്ടും ഈ വെള്ളവും ഇതൊക്കെ വന്ന് എല്ലാവരും വളരെ നല്ല ഒരു അനുഭൂതിയായിരിക്കും നൽകുന്നത്. പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിയും തിളങ്ങുന്ന അരുവികളും ചെറുവെള്ളച്ചാട്ടങ്ങളുമെല്ലാം വാദി ലജബിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നവയാണ്. വ്യത്യസ്തമായ ഭൂപ്രകൃതിയും ജീവജാലങ്ങളും സസ്യലതാദികളുമുള്ള ഈ താഴ്വരയുടെ സൗന്ദര്യം അനുഭവിച്ചു തന്നെ അറിയണം. ട്രക്കിംഗ് പ്രേമികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഏറെ അനുയോജ്യമായ സ്ഥലം കൂടിയാണ് വാദി ലജബ്. ഏറെ അപകടങ്ങൾ പതിയിരിക്കുന്ന സ്ഥലം കൂടിയാണെന്നതും ഓർക്കണം. ഞങ്ങൾ ജിദ്ദയിലാണ് ജോലി ചെയ്യുന്നത്. നാട് മലപ്പുറം. എങ്ങനെയുണ്ട് ഇവിടെ? നല്ല എക്സ്പീരിയൻസ്. ആദ്യമായിട്ട് വരുവാണ്? ആദ്യമായിട്ട് വരാം. നമ്മളൊരു വ്ളോഗ് കണ്ടുവരികയാണ്. ദിൽഷാദ് എന്ന് പറഞ്ഞ വ്ളോഗ് കണ്ടുവരികയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിനായിട്ട് തന്നെ വന്നതാണോ? ട്രക്കിംഗ് എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ.
അത്ഭുതപ്പെടുത്തുന്ന പ്രകൃതി സൗന്ദര്യവും മനമയക്കുന്ന കാഴ്ചകളും കൊണ്ട് മരുഭൂമിയിലെ സ്വർഗീയ താഴ്വര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സൗദിയിലെ ജിസാൻ പ്രവിശ്യയിലെ അതിമനോഹരമായ വാദി ലജബ് താഴ്വരയിൽ ഇപ്പോൾ വിനോദസഞ്ചാരികളുടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. സൗദിയിലെ വിവിധ ഭാഗങ്ങളിലുള്ള സ്വദേശികളും വിദേശികളും വിനോദസഞ്ചാരികളും അടക്കം നൂറുകണക്കിന് സന്ദർശകരാണ് ഈ അപൂർവ താഴ്വരയുടെ കുളിരും മനോഹാരിതയും തേടി ദിനം പ്രതി ഇവിടെ എത്തുന്നത്. ചെറുവെള്ളച്ചാട്ടങ്ങളുടെയും തടാകങ്ങളുടെയും അരുവികളുടെയും നീരുറവകളുടെയും കുളിര് നുകരാനും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. അപ്രതീക്ഷിതമായ മഴയും കാലാവസ്ഥാ വ്യതിയാനവും അപകടകരമായതിനാൽ തന്നെ സൗദി സുരക്ഷാ ഉദ്യോഗസ്ഥർ പക്ഷേ വൈകുന്നേരങ്ങളിൽ താഴ്വരയിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കാറില്ല. വാദി ലജബ് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രഭാതത്തിൽ തന്നെ അവിടെ എത്തി വൈകുന്നേരം 4 മുൻപ് മടങ്ങണം. ഒരിക്കലെങ്കിലും ഓരോരുത്തരും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് സൗദിയിലെ വാദി ലജബ്. അറേബ്യൻ ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യൻ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം.